Our topic for the day is pumping lemma for context-free languages. So we have already learned how pumping lemma is applied in regular languages അല്ലേ. നമ്മൾ റെഗുലർ ലാംഗ്വേജസിൽ എന്താ പറഞ്ഞത്, റെഗുലർ ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് ഞാൻ തരും, ആ ലാംഗ്വേജ് തരുമ്പോൾ നമുക്കത് പമ്പിംഗ് ലെമ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് റെഗുലർ അല്ലാന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യണത് അല്ലേ. ഇറ്റ് ഈസ് in the same way that we do for the context free language also. Okay, context free language il nammal endha cheyyunnathu, context free language il ee pumping lemma principle use cheyidittu we are proving that that particular language is not context free language. Okay, pumping lemma prove cheyanathu endana, language is not context free language nu prove cheyan venditana nammal pumping lemma use cheyyunnathu. Okay, so see the statement here. Let L be a context-free language, then there exists a positive integer n such that for all strings x belongs to L with mod x greater than or equal to n, it is possible to find out strings u, v, w, y, z satisfying x equal to u, v, w, y, z mod u vwy is less than or equal to n, mod vy is greater than 0, and for all non-negative integer t, u v raised to t w y raised to t z belongs to L. Okay, നമ്മൾ റെഗുലർ ലാംഗ്വേജിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ എക്സിന് എക്സ് യു വി ഡബ്ല്യു വൈ സെഡ് ആയിട്ടാണ് നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ, ഓക്കെ, വേറെ എക്സ് ഇസ് എ സ്ട്രിങ്, ഓക്കെ, എക്സ് ഈസ് എ സ്ട്രിങ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റെഗുലർ ലാംഗ്വേജിൽ എന്താ നമ്മൾ ചെയ്തത്, അതിനെ യു വി ഡബ്ല്യു ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു അല്ലെ, 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ നമ്മൾ എന്താ ചെയ്യണത്, അതിനെ 5 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ നമ്മൾ വി ആർ സ്പ്ലിറ്റിംഗ് ഇറ്റ് ഇൻ ടു 5 പാർട്സ്, യു വി ഡബ്ല്യു വൈ ആൻഡ് സെഡ്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് ദി എക്സ്, the string that we are taking should be greater than or equal to n for sure. അത് കഴിഞ്ഞിട്ട് എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, യു വി ഡബ്ല്യു വൈ സെഡ് എന്ന് പറഞ്ഞിട്ട് 5 പാർട്ടായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ വാട്ട് ഡു വി ഡു, വി ഡബ്ല്യു വൈ നമ്മൾ റെഗുലർ ലാംഗ്വേജിൽ എന്തായിരുന്നു, വി ഡബ്ല്യു മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇവിടെ നമ്മൾ നോക്കുന്നത് വി ഡബ്ല്യു വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ അല്ലേ, ആൻഡ് മോഡ് വി വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. റെഗുലർ ലാംഗ്വേജിൽ മോഡ് വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, ഇവിടെ വി വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സെയിം പോലെ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ജനറലൈസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. എന്ത് പ്രോബ്ലം കിട്ടിയാലും നമ്മൾ വാല്യൂ കൊടുക്കാണ്ട് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ നോക്കണം. ഓക്കെ, ഓൺലി ദെൻ യു വുഡ് ഗെറ്റ് മാർക്സ്. ഓക്കെ, ഇതേപോലെ നമ്മൾ മറ്റേതിൽ യു വി റേസ് ടു ടി ഡബ്ല്യു എന്നാണ് നമ്മൾ ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് യു വി റേസ് ടു ടി ഡബ്ല്യു വൈ റേസ് ടു ടി സെഡ് കൂടിയും നമ്മൾ ഇത് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വൈ റേസ് ടു ടി സെഡ് നമ്മൾ സാറ്റിസ്ഫൈ. ഈ ടീന് അതേപോലെ 0 1 2 അങ്ങനെ ഒരു 3 വാല്യൂ കൊടുക്കും. എന്നിട്ട് ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. ഇതിൽ ഏതെങ്കിലും കണ്ടീഷന് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് നോട്ട് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ റെഗുലർ ലാംഗ്വേജിൽ ചെയ്ത പോലെ ഇവിടെയും വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ് യൂസിങ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഓക്കെ, നമ്മളൊരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ് എന്ന് പറഞ്ഞ് തുടങ്ങും. അതിനുശേഷം നമ്മൾ ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ ഫെയിൽ ആകുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് നോട്ട് റെഗുലർ. ഓക്കെ, സോ ലെറ്റ് us solve a problem and see how it works. Okay, make a note of this. Okay, let us see the question here. Show that the language L is equal to a raised to n, b raised to n, c raised to n, where n greater than or equal to 0 is not a context free language. Okay, ഈ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നേരത്തെ എഴുതിയ സ്റ്റെപ്പില്ലേ, അതൊക്കെ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് us assume L is context free. ഞാൻ പറഞ്ഞു ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്യുക, ഏതൊരു ലാംഗ്വേജ് കിട്ടിയാലും അത് നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ് ചെയ്യേണ്ടത്. ആദ്യം കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് പറയണം, എന്നിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻസ് ഫെയിൽ ആകുമ്പോൾ അതല്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ assume that L is a context free language. Okay, let us consider x എന്ന് പറഞ്ഞൊരു സ്ട്രിങ് എടുത്തു, which is a raised to n, b raised to n, c raised to n. Okay,
ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എക്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ അല്ലേ? എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, സി റേസ് ടു എൻ എന്ന് പറയുമ്പോൾ തന്നെ 3n ആണ്. ലെങ്ത് ഓഫ് ദി എക്സ് എന്താണ്? 3n അല്ലേ? ഇസ് ഈക്വൽ ടു 3n. 3n ഇസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n അല്ലേ? ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആ ഒരു കണ്ടീഷനും നമ്മൾ കറക്റ്റായി. ബ്രേക്ക് ദ സ്ട്രിങ് എക്സ് ഇൻ ടു 5 പാർട്സ്. ഓക്കെ, യു, വി ഡബ്ല്യു, വൈ, വി വൈ, ഇസി. ഓക്കെ, ഇങ്ങനെ നമ്മൾ 5 പാർട്ടായിട്ടാണ് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത്. യു, വി ഡബ്ല്യു, വൈ, വി വൈ. അതെന്താ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് വി ഡബ്ല്യു വൈ, അതുപോലെ തന്നെ മോഡ് വി വൈ, ഇതൊക്കെയാണ് നമുക്ക് കണ്ടീഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴും അതേ രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി എളുപ്പമാവും കമ്പ്യൂട്ടേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, സി റേസ് ടു എന്നിനെ ഞാൻ യു ഈക്വൽ ടു എ റേസ് ടു എൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്തൊക്കെ വി ഡബ്ല്യു വൈ ഇത് 3ഉം കമ്പൈൻ ചെയ്ത് ഞാൻ ബി റേസ് ടു എൻ എന്ന് കൊടുത്തു. ഓക്കെ, വി വൈ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടല്ലേ? വി ഡബ്ല്യു വൈൻ്റെ ഒരു പാർട്ടല്ലേ ഈ വി വൈ? ഈ ഡബ്ല്യു ഇതിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ വി വൈ കിട്ടില്ലേ? അപ്പോൾ വി വൈ ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ബി റേസ് ടു എൻ മൈനസ് എം. ഓക്കെ, ആ ഡബ്ല്യു ആണ് ഈ മൈനസ് എമ്മിൽ വരുന്നത് കേട്ടോ. അപ്പോൾ വി വൈ ഇസ് ഇക്വൽ ടു ബി റേസ് ടു എൻ മൈനസ് എം. ഓക്കെ, ആൻഡ് സെഡ് ഇസ് ഇക്വൽ ടു സി റേസ് ടു എൻ. അപ്പോൾ എനിക്ക് എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, സി റേസ് ടു എൻ. സോ മൈ എക്സ് ഇക്വൽ ടു യു വി ഡബ്ല്യു വൈ സെഡ് വിച്ച് ഇസ് എ റേസ് ടു എൻ, ബി റേസ് ടു എൻ ആൻഡ് സി റേസ് ടു എൻ. ഓക്കെ അല്ലേ? നോക്കൂ, യു എന്ന് പറയുമ്പോൾ എന്താണ്? എ റേസ് ടു എൻ. വി എന്ന് പറയുമ്പോൾ എന്താണ്? വി ഡബ്ല്യു വൈ, യു വി ഡബ്ല്യു വൈ സെഡ് അല്ലേ? യു എ റേസ് ടു എൻ ആണ്, വി ഡബ്ല്യു വൈ നമ്മൾ ബി റേസ് ടു എൻ ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ? ആൻഡ് സെഡ് എന്ന് പറയുന്നത് സി റേസ് ടു എൻ അല്ലേ? അങ്ങനെ നമുക്ക് എക്സ് ഈക്വൽ ടു ഇതാണെന്നുള്ളത് നമ്മൾ കാണിച്ചു. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്തായിരുന്നു? മോഡ് വി ഡബ്ല്യു വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നുള്ളതാണ് അല്ലേ? ഇവിടെ നോക്കൂ, വി ഡബ്ല്യു വൈ എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെ വി ഡബ്ല്യു വൈ ഇസ് ബി റേസ് ടു എൻ അല്ലേ? മോഡ് ബി റേസ് ടു എൻ ഇസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എന്താ വെച്ചാൽ എൻ അല്ലേ? എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നാ വരിക. സോ മോഡ് ബി റേസ് ടു എൻ ഇസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. സോ ആ ഒരു കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, നൗ കമ്മിങ് ടു ദിസ് സൈഡ്, മോഡ് വി വൈ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. മോഡ് വി വൈ എന്ന് പറയുമ്പോൾ എന്താണ്? ബി റേസ് ടു എൻ മൈനസ് എം ആണ്. സോ മോഡ് ബി റേസ് ടു എൻ മൈനസ് എം ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0, എൻ മൈനസ് എം ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എത്തി. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു ടിൽ ഹിയർ. ഓക്കെ, ഇനിയാണ് നമ്മുടെ മേജർ പാർട്ട് വരുന്നത്. ഇതുവരെയൊക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കും, ഇതുവരെ ഒന്നും ഒരു കണ്ടീഷനും ഒരു ക്വസ്റ്റ്യനിലും ഫെയിൽ ആവില്ല. ഇവിടെ മുതലാണ് നമ്മുടെ അത് ഫെയിലായി തുടങ്ങുക. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹിയർ. ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ടീനെ നമ്മൾ 0, 1, 2 അങ്ങനെ 3 വാല്യൂ കൊടുക്കും. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ആദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ യു വി റേസ് ടു ടി ഡബ്ല്യു വൈ റേസ് ടു ടി സെഡ് ബിലോങ്സ് ടു എൽ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ എക്സിനെ ആദ്യം ഞാൻ എന്ത് എഴുതി? എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാതെ അതേപോലെ എഴുതി വെച്ചു. ഇനി ഈ വിൻ്റെയും ഈ വൈൻ്റെയും പാർട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ടി എന്നുള്ളതിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാനും അതിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കൂ, യു വി റേസ് ടു ടി മൈനസ് 1 എന്ന് കൊടുത്തു. ഒരു വിയും കൂടി ഞാൻ ആഡ് ചെയ്യുമ്പോൾ അത് വി റേസ് ടു ടി മൈനസ് 1 ആവും. യു വി റേസ് ടു ടി എന്നല്ല കിട്ടുന്നത്. വി റേസ് ടു ടീനെ എനിക്ക് എന്ത് എഴുതാം? വി ഇൻറ്റു വി റേസ് ടു ടി മൈനസ് 1 എന്ന് കൊടുത്തൂടെ അല്ലേ? അങ്ങനെയാണെങ്കിലും വി റേസ് ടു ടി തന്നെയല്ലേ? അപ്പോൾ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. യു വി റേസ് ടു ടി മൈനസ് 1 ഡബ്ല്യു വൈ റേസ് ടു ടി മൈനസ് 1. വൈ റേസ് ടു ടീനെ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് വൈ ഇൻറ്റു വൈ റേസ് ടു ടി മൈനസ് 1. ഓക്കെ, ആൻസർ. ഓക്കെ, ഇനി ഈ ഒരുമിച്ചുള്ളതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. യു വി ഡബ്ല്യു വൈ അത് നമ്മൾ അങ്ങനെ എഴുതി. യു വി ഡബ്ല്യു വൈ വി വൈ ദ ഹോൾ റേസ് ടു ടി മൈനസ് 1 സെഡ് നമ്മൾ അതേപോലെ തന്നെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എന്ന് പറയുമ്പോൾ എന്താണ്? എ റേസ് ടു എൻ ആണ്. വി ഡബ്ല്യു വൈ നമുക്കറിയാം ബി റേസ് ടു എൻ ആണ്. ഓക്കെ, ആൻഡ് വി വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി റേസ് ടു എൻ മൈനസ് എം ആണ്. ദ ഹോൾ റേസ് ടു ടി മൈനസ് 1. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി റേസ് ടു എൻ ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര രീതിയിൽ ഇതിനെ
മാറ്റിയത്, ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ആ ഒരു ടീന് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റിയത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ടിക്ക് 0 എന്ന് പറയുമ്പോൾ ഈ ടീൻ്റെ അവിടെ 0 കൊടുത്തു. a raised to n, b raised to n, b raised to n minus m, ടീൻ്റെ അവിടെ 0 കൊടുത്തു. 0 minus 1, c raised to n. 0 minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 അല്ലേ? b raised to n minus m the whole raised to -1 എന്താ പറഞ്ഞാൽ എന്താ? അതിൻ്റെ നേരെ തിരിച്ച് b raised to m minus n എന്നാവും അല്ലേ? a raised to n, b raised to n, b raised to m minus n, c raised to n. ഓക്കെ, സോ ഇത് നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ p raised to n ഉം p raised to minus n ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് എന്താ ബാലൻസ് കിട്ടുക? a raised to n, b raised to m, c raised to n എന്ന് കിട്ടി. ഇത് നമ്മുടെ ലാംഗ്വേജിൽ വരുന്നതാണോ? അല്ല. നമുക്ക് എന്താ കിട്ടുന്നത്? a raised to n, b raised to n, c raised to n. ഈക്വൽ നമ്പർ ഓഫ് a's ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് b's ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് c's ആണ് വേണ്ടത്. അപ്പോൾ ദിസ് ഡസ് നോട്ട് ബിലോങ് ടു ദ ലാംഗ്വേജ് എൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അതോടെ കണ്ടുപിടിച്ചു. അത് ലാംഗ്വേജിൽ അല്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു. ഇനി t ഈക്വൽ ടു 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ എന്താ വരിക? ഈ ഇക്വേഷനിൽ തന്നെ ഈ ടിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a raised to n, b raised to n, b raised to n minus m the whole raised to 1 minus 1. 1 minus 1 എന്ന് പറയുമ്പോൾ 0. c raised to n. Anything raised to 0 is 1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a raised to n, b raised to n, c raised to n എന്ന് കിട്ടി. അതാ ലാംഗ്വേജിൽ വരുന്നതാണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ടിയിൽ 1 കൊടുത്തപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ, നമുക്ക് ആ ലാംഗ്വേജ് കിട്ടി. ഓക്കെ, ടിക്ക് 2 കൊടുത്തു നോക്കൂ. 2 കൊടുക്കുമ്പോൾ എന്താ പറയുക? a raised to n, b raised to n, b raised to n minus m the whole raised to 2 minus 1. t minus 1 അല്ലേ? 2 minus 1, c raised to n. 2 minus 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1 അല്ലേ? a raised to n, b raised to 2n minus m, c raised to n. 2n minus m എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ പെടുന്നതാണോ? നമുക്ക് കിട്ടേണ്ടത് എന്താണ്? a raised to n ഉം b raised to n ഉം c raised to n ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ അത് നമ്മുടെ ലാംഗ്വേജിൽ വരണതല്ല. അപ്പോൾ നമ്മൾ t ഈക്വൽ ടു 0, t ഈക്വൽ ടു 1, t ഈക്വൽ ടു 2 ഇത് മൂന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ t ഈക്വൽ ടു 1ന് മാത്രം നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി, ബാക്കി രണ്ടും ഫെയിലായി. വിച്ച് മീൻസ് ദിസ് പർട്ടിക്കുലർ ലാംഗ്വേജ് ഈസ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. Since x does not belong to, since the string x does not belong to the language L, we can say that L is not a context free language. So this is how you do it. Okay, I hope this is clear to you. Just make a note of this. ഇതൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ യു വി ഡബ്ല്യു ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു, 5 എണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തു, കണ്ടീഷൻസ് നോക്കി. ഈ 2 കണ്ടീഷൻസ് ഒക്കെ എപ്പോഴും സാറ്റിസ്ഫൈ ആവും. ഈ ടി തുടങ്ങുന്ന കണ്ടീഷൻ മാത്രമേ നമുക്ക് എപ്പോഴും ഫെയിൽ ആവുള്ളൂ. നിങ്ങൾ ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ത് വന്നാലും നിങ്ങൾ ഇതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഈ യു വി റേസ് ടു ടി, വി റേസ് ടു ടി മൈനസ് 1, ഡബ്ല്യു വൈ റേസ് ടു ടി മൈനസ് 1 സെഡ്. ഈ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ സെയിം ഫോർമാറ്റിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ടീന്, അപ്പോൾ നമുക്ക് ടീന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൊരു ഫോം കിട്ടും. ആ ടീയിലേക്ക് നമ്മൾ ബാക്കിയുള്ളവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ടി 0യും 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലാംഗ്വേജ് ഇസ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ. Okay, I hope this is clear to you. Just make a note of it. Okay, let us see the next question. So that the language L is equal to 0 raised to n, where n is equal to I square and I greater than or equal to 1 is not കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. അതായത് ഐൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം ആൻഡ് 0 റേസ് ടു n ആണ് നമ്മുടെ ലാംഗ്വേജ്. n എന്ന് പറഞ്ഞാൽ I സ്ക്വയർ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വി ഷുഡ് ഷോ ദാറ്റ് ദിസ് പർട്ടിക്കുലർ ലാംഗ്വേജ് ഇസ് നോട്ട് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ സ്റ്റെപ്പ് എഴുതി L എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് എഴുതി. വി ആർ അസ്യൂമിങ് ദാറ്റ് L ഇസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ദെൻ വി കൺസിഡർ എ സ്ട്രിങ് എക്സ് വെയർ എക്സ് ഈക്വൽ ടു 0 റേസ് ടു പി. 0 റേസ് ടു n അല്ലേ നമ്മുടെ ലാംഗ്വേജ്, അതിന് ഞാൻ 0 റേസ് ടു പി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, വെയർ പി ഈസ് ഈക്വൽ ടു I സ്ക്വയർ. ഓക്കെ, അപ്പോൾ കറക്റ്റ് അല്ലേ? 0 റേസ് ടു പി എന്ന് പറയുമ്പോൾ പി 0 റേസ് ടു I സ്ക്വയർ എന്നല്ലേ? എന്നിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു I സ്ക്വയർ നമ്മൾ അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് മോഡ് എക്സ് എന്തായിരിക്കും? 0 റേസ് ടു പി ആയിരിക്കും അല്ലേ? 0 റേസ് ടു പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഈസ് ഈക്വൽ ടു 0 റേസ് ടു പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഓൾറെഡി അറിയാം പിൻ്റെ വാല്യൂ എന്താണ്? I സ്ക്വയർ ആണെന്ന് അറിയാം അല്ലേ? സോ വി ടേക്ക് പി ഈക്വൽ ടു I സ്ക്വയർ.
ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ 0 റേസ് ടു പി അല്ലേ, അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പി അല്ലേ, പി എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആണ്. സോ ഐ സ്ക്വയർ ഇസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ അല്ലേ. അപ്പോൾ ദാറ്റ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി എക്സിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് 5 എണ്ണമായിട്ട്. നേരത്തെ പോലെ തന്നെ യു, വി ഡബ്ല്യു വൈ, വി വൈ, സെഡ് ഇങ്ങനെ 5 എണ്ണമായിട്ട് ബ്രേക്ക് ചെയ്തു. 0 റേസ് ടു പി അല്ലേ, അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ് 0 റേസ് ടു ക്യൂ, വി ഡബ്ല്യു വൈനെ 0 റേസ് ടു ആർ, വി വൈനെ 0 റേസ് ടു എസ്. ഓക്കെ, സെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 0 റേസ് ടു പി മൈനസ് ക്യൂ പ്ലസ് ആർ അല്ലേ. പി മൈനസ് ക്യൂ പ്ലസ് ആർ അല്ലേ 0 റേസ് ടു സെഡ് വരിക അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ 5 എണ്ണത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, വേറെ എക്സ് ഈക്വൽ ടു യു വി ഡബ്ല്യു വൈ സെഡ് ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 0 റേസ് ടു പി. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ നോക്കൂ, 0 റേസ് ടു പി ബൈ 0 റേസ് ടു ക്യൂ, 0 റേസ് ടു പി മൈനസ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുമ്പോൾ എന്താ 0 റേസ് ടു പി ഡിവൈഡഡ് ബൈ 0 റേസ് ടു ക്യൂ ഇൻറ്റു 0 റേസ് ടു ആർ അല്ലേ. ഇവിടെ 0 റേസ് ടു ക്യൂവും 0 റേസ് ടു ആറും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയി പോകില്ലേ. ബാലൻസ് ഉള്ളത് എന്താണ് 0 റേസ് ടു പി മാത്രമാണ് അല്ലേ. അങ്ങനെയാണ് നമുക്ക് അവിടെ 0 റേസ് ടു പി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടീഷൻസ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടീഷൻസ് നിങ്ങൾ പറയൂ. നമ്മൾ എ എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡ് വി ഡബ്ല്യു വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി. വി ഡബ്ല്യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ് 0 റേസ് ടു ആർ ആണ്. 0 raised to r is less than or equal to p. R is definitely less than or equal to p. Okay. Okay. So that എന്താ വെച്ചാൽ p എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ എല്ലാത്തിനെയും കമ്പൈൻ ചെയ്തതാണ് p. അപ്പോൾ ഈ r എന്ന് പറയുമ്പോൾ 0 raised to r എന്ന് പറഞ്ഞാൽ 0 raised to p ന്റെ ഒരു പാർട്ട് മാത്രമല്ലേ. So definitely it is less than or equal to p. Okay. Now let's go to the other side. അപ്പുറത്തെ സൈഡിൽ എന്താ ചെയ്തിരിക്കുന്നത്? Mod vy should be greater than 0. 0 raised to s. Definitely it should be greater than 0. അത് 5ഉം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് p കിട്ടുന്നത്. അപ്പോൾ s എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ടിന് വാല്യൂ കൊടുക്കുന്നത്. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ നോക്കണം. യു വി റേസ് ടു ടി ഡബ്ല്യു വൈ റേസ് ടു ടി സെഡ് ബിലോങ്സ് ടു ദ ലാംഗ്വേജ് എൽ. ഓക്കെ, അപ്പോൾ എക്സിനാണെങ്കിൽ നമ്മൾ അതിനെ ഇതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് എന്ത് കിട്ടും? ഈ ടി മൈനസ് ആ വിനെ വി ഇൻറ്റു വി റേസ് ടു ടി മൈനസ് 1 ആക്കും, വി റേസ് ടു ടീനെ. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെ യു വി ഡബ്ല്യു വൈ വി വൈ ദ ഹോൾ റേസ് ടു ടി മൈനസ് 1 സെഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആ വ്യൂവിൻ്റെയൊക്കെ വാല്യൂകൾ നമ്മൾ കൊടുക്കണം. ഓക്കെ, ബിക്കോസ് ആ സ്ട്രിങ്ങിനല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ആക്കി വെച്ചു. ഇനി അതിലേക്ക് ആ വാല്യൂസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ കൊടുക്കുക? ഇതിൻ്റെ മുമ്പ് എഴുതിയതിൻ്റെ പാർട്ടാണേ. ഓക്കെ, ഇവിടെ നോക്കൂ, വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 റേസ് ടു ക്യൂ. വി ഡബ്ല്യു വൈ എന്താണ്? 0 റേസ് ടു എസ് അല്ലേ. വി വൈ എന്താണ്? വി വൈ എന്ന് പറയുമ്പോൾ 0 റേസ് ടു എസ് ആണെന്ന് അറിയാം അല്ലേ. ദ ഹോൾ റേസ് ടു ടി മൈനസ് 1 അതേപോലെ തന്നെ എഴുതി. സെഡ്, സെഡിൻ്റെ വാല്യൂ എന്താണ് അവിടെ എഴുതിക്കണേ? 0 റേസ് ടു പി മൈനസ് ക്യൂ പ്ലസ് ആർ. അതങ്ങനെ തന്നെ അവിടെ എഴുതി. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എത്തും. എങ്ങനെ എത്തുന്നത്? I hope you understood how we got this. ഇങ്ങനെയാണ് 0 raised to q into 0 raised to r into 0 raised to s the whole raised to t minus 1 into 0 raised to p by 0 raised to q into 0 raised to r. അല്ലേ? p മൈനസ് ഇതെന്ന് പറഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യല്ലേ. 0 raised to q into 0 raised to r. ക്യൂവും ആറും ഇത് രണ്ടും കട്ടായി പോയി. ബാലൻസ് എന്താ ഉള്ളത്? 0 raised to p യും 0 raised to s into t minus 1. Okay, that is how we got this. Okay, ഇനി ഇതിലൊന്നുമില്ല. ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. t equal to 0 ആണെങ്കിൽ what do you get? 0 raised to p into 0 raised to s the whole raised to 0 minus 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 raised to 0 raised to p into 0 raised to s minus s എന്ന് കിട്ടി അല്ലേ. അതായത് 0 raised to s the whole raised to minus 1 ആണ്. അപ്പോൾ 0 raised to minus s. This does not belong to the language. നമുക്ക് 0 raised to p മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ലാംഗ്വേജിലുള്ളതല്ല. ഇനി ടീൻ്റെ വാല്യൂ 1 കൊടുക്കൂ.
1 കൊടുക്കുമ്പോൾ what do you get? 0 raised to p into 0 raised to s the whole raised to 1 minus 1. That is equal to 0 raised to p, which is definitely in the language. അപ്പോൾ ഈ കണ്ടീഷൻ ഫെയിലായി, ഇത് കറക്റ്റായി. ഇനി t equal to 2 എന്ന് കൊടുക്കുക. So what do you get? 0 raised to p into 0 raised to s the whole raised to 2 minus 1. That is 1. So 0 raised to p into 0 raised to s. Alle? This does not belong to the language. Am I right? അപ്പോൾ നമുക്ക് എന്തായി ഇവിടെ t equal to 0യ്ക്കും t equal to 1നും നമുക്ക് t equal to 2നും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി, വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കി. ആൻഡ് ദെൻ വി ഗെറ്റ് ദാറ്റ് the conditions fail for t equal to 0 and t equal to 2. Okay. ഇവിടെ 0 raised to p into 0 raised to s എന്ന് പറയുമ്പോൾ എന്താ വരിക? That is equal to 0 raised to p plus s അല്ലേ? p plus s എന്നുള്ളത് വരാൻ പാടില്ല. That does not belong to the language. അല്ലേ? So the condition fails. So this particular language is not context free language എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ. ഇപ്പം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതുവരെ നിങ്ങൾക്ക് സെയിം തന്നെയാണ് കിട്ടുക. ഈ ഒരു ഇക്വേഷനിൽ മാത്രമേ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതുവരെ ഇറ്റ് ഇസ് ഓൾ ദ സെയിം. ദർ ഇസ് നോ ഡിഫറൻസ്. ഇത് സ്പ്ലിറ്റ് ചെയ്യണതും യു വി ഡബ്ല്യു വൈ വി വൈ സെഡ് ഇങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഓക്കെ. സോ ദാറ്റ് ഇസ് ഹൗ യു ഡു ഇറ്റ്. പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. Let us take the next question. Show that the language L is equal to WW, where W belongs to A, B is not context-free language. Okay. അപ്പോൾ നമുക്കിവിടെ സ്ട്രിങ് എടുക്കുകയാണ്. സെയിം സ്ട്രിങ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. W എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ടെങ്കിൽ അത് ആ സെയിം സ്ട്രിങ് തന്നെ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ് W. ഓക്കെ. അത് WW എന്നുള്ളത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ടിൽ ഹിയർ ഇറ്റ്സ് ഓൾ ദ സെയിം. എൽ എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ആൻഡ് ദെൻ വി ടേക്ക് എ സ്ട്രിങ് എക്സ് വെയർ എക്സ് ഈക്വൽ ടു എ റേസ് ടു എൻ ബി റേസ് ടു എൻ എ റേസ് ടു എൻ ബി റേസ് ടു എൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ W ആയിട്ട് എടുക്കുന്നത് എന്താണ്? എ റേസ് ടു എൻ ബി റേസ് ടു എൻ ആണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ മോഡ് എക്സ് നോക്കി. നമുക്കറിയാം നമ്മുടെ സ്ട്രിങ്ങിൻ്റെ മോഡ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഷുഡ് ഡെഫിനറ്റ്ലി ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നാണ് അല്ലേ? അപ്പോൾ മോഡ് എക്സ് വിൽ ബി എൻ പ്ലസ് എൻ പ്ലസ് എൻ പ്ലസ് എൻ. Right, n plus n plus n plus n, that is 4n, which is definitely greater than or equal to n. അല്ലേ? അപ്പോൾ x equal to u v w y z നമ്മൾ ആ സ്പ്ലിറ്റിംഗ് ചെയ്തു. u equal to a raised to n, v w y b raised to n, v y since it's a part we write b raised to n minus m, z is equal to a raised to n b raised to n. ബാക്കി വരണത് എന്താണോ അത് മൊത്തം നമ്മൾ z ലേക്ക് കൊടുത്തു. ഓക്കെ. ആൻഡ് ദെൻ കണ്ടീഷൻസ് നോക്കി. v w y v w y less than or equal to n ആയിരിക്കണം. v w y എന്ന് പറയുമ്പോൾ what is it? It is b raised to n, right? b raised to n. Length of b raised to n is definitely less than or equal to n. n is less than or equal to n, right? Next condition, vy, mode vy should be greater than 0. Mode vyൻ്റെ നമുക്ക് എന്താണ്? vy എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സ്ട്രിങ് എടുത്തിരിക്കുന്നത്? b raised to n minus m ആണ് അല്ലേ? So b raised to n minus m is definitely greater than 0. n minus m is greater than 0. അതുവരെ എത്തി. ഇനിയാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഇറ്റ്സ് ഓൾ ദ സെയിം. ഓക്കെ. ഇനി v raised to t u v raised to t w y raised to t z. u നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ രീതിയിലാക്കും. u v into v raised to t minus 1 w y into y raised to t minus 1 z. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? യു വി ഡബ്ല്യു വൈ ഈ ഒറ്റയ്ക്കുള്ളതൊക്കെ അങ്ങനെ എഴുതി. യു വി ഡബ്ല്യു വൈ പിന്നെ വി വൈ ദ ഹോൾ റേസ് ടു ടി മൈനസ് 1ഉം സെഡും. ഇനി ഇതിൽ നമ്മൾ നമ്മുടെ സ്ട്രിങ് നമ്മൾ എന്താണോ എടുത്തിരിക്കുന്നത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ് എന്തായിരിക്കും? എക്സ് വിൽ ബി ഈക്വൽ ടു യു ഇസ് എ റേസ് ടു എൻ, വി ഡബ്ല്യു വൈ ഇസ് ബി റേസ് ടു എൻ, ആൻഡ് vy എന്താണ്? b raised to n minus m the whole raised to t minus 1, and our z is a raised to n b raised to n. ഇതാണ് നമ്മുടെ സ്ട്രിങ്. ഓക്കെ. ഈ സ്ട്രിങ്ങിൽ നമ്മൾ ടിക്ക് വാല്യൂ കൊടുക്കണം. ഓക്കെ.
let us take t equal to 0. t equal to 0 കിട്ടുമ്പോൾ എന്താ വരിക? a raised to n, b raised to n, b raised to n minus m, the whole raised to 0 minus 1, a raised to n, b raised to n. അല്ലേ? So what do we get here? a raised to n, b raised to n, b raised to n minus m, the whole raised to minus 1. അപ്പോൾ എന്താണ്? ഇത് ജസ്റ്റ് ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യും. m minus n എന്നാവും അല്ലേ? ഇൻറ്റു a raised to n, b raised to n. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? a raised to n, b raised to n, b raised to, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? we get a raised to n, b raised to m, a raised to n, b raised to n, which is definitely not in the language. അല്ലേ? a raised to n, b raised to n, a raised to n, b raised to n ആണ് നമുക്ക് കിട്ടേണ്ടത്. അല്ല, we are getting a raised to n, b raised to m, a raised to n and b raised to n എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? So that is definitely not there in the language. Right. ഇനി നമുക്ക് t equal to 1 കൊടുക്കാം. ഓക്കെ, 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നിങ്ങളൊന്ന് ചെയ്തേ. t equal to 1 കൊടുത്ത് നോക്കിയേ. t equal to 1. a raised to n, b raised to n, b raised to n minus m, t equal to 1, 1 minus 1, 0, a raised to n, b raised to n. Anything raised to 0 is 1. So you get a raised to n, b raised to n, a raised to n, b raised to n, which is definitely in the language. ഇത് കറക്റ്റായി, ഇത് ഫെയിലായി. ഓക്കെ, t equal to 2 കൊടുക്കുക. See, ഇത് ഒരെണ്ണം ഫെയിൽ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിലുള്ളതല്ലാന്ന്. പക്ഷെ യു നീഡ് ടു ഷോ 3 കേസസ്. ഓക്കെ, ഇനി t equal to 2 കൊടുക്കുമ്പോൾ what do you get? ഇതിൽ 2 അപ്ലൈ ചെയ്യുക. tക്ക് വാല്യൂ a raised to n, b raised to n, b raised to n minus m, the whole raised to 2 minus 1, a raised to n, b raised to n. So b raised to n minus m, the whole raised to 1 എന്ന് കിട്ടും അല്ലേ? So what do you get? a raised to n, b raised to 2n അല്ലേ? Yeah, 2n, b raised to m, a raised to n, b raised to n അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് കിട്ടുക? t equal to 2 കിട്ടുമ്പോൾ a raised to n, b raised to 2n, b raised to minus m, okay, and a raised to n, b raised to n അല്ലേ? This is definitely not there in the language അല്ലേ? You can even simplify it further like a raised to n, b raised to 2n minus m, a raised to n, b raised to n, whatever. Okay, ഇതെന്തായാലും നമ്മുടെ ലാംഗ്വേജിലുള്ളതല്ല. Hence this is not, therefore L does not belong to the context free language. Proved using pumping lemma. So this is how you do. ഇതെല്ലാം സെയിം ഫോർമാറ്റ് തന്നെയാണ്. I'll give you some questions to practice so that you can do that. Okay. So this is how you do it. Pattern is all the same. ഇതുവരെ എല്ലാവർക്കും സെയിം തന്നെയാണ്. അതിൽ പിന്നെ ടീൻ്റെ ഈ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. മാത്രമേ ഉള്ളൂ. Okay. So that is how you do it. I hope this is clear to you. Make a note of it. Thank you.